ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. നോമ്പിൻ്റെ വഴിക്ക് എങ്ങനെ പോകുന്നുണ്ട്? ഇന്നൊക്കെ ഫുള്ള് പണിയായിരുന്നു. മഴയൊക്കെ ചെറുങ്ങനെ തുടങ്ങിയില്ലാന്ന് പറഞ്ഞ് വരുന്നുണ്ടല്ലോ. അപ്പോൾ മഴ വന്നാൽ നമുക്ക് പണിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു പണിയിലായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മ ഉണ്ടല്ലോ വാവാ. ലുലു വീണോ? ഇവിടെ ഫുള്ള് കളീൻ്റെ ആൾക്കാരാ. പേര കുടിക്കുക, തിന്നുക. നോമ്പാണല്ലോ, ഒരുക്കത്ത് നോമ്പില്ലേ മക്കൾക്ക് ചെക്കപ്പൊക്ക. പേരക്കൻ്റെ മുകളിലാണെങ്കിൽ നിറച്ചും പേരക്ക പഴുത്ത് കിടക്കുക. പറിക്കാനൊരു ഒഴിവും ഇല്ല. ഞാൻ നോമ്പൊക്കെ ആകുമ്പോൾ എല്ലാവരും അങ്ങനെ പറിച്ച് തിന്നാനും പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ അമ്മ ആണെങ്കിൽ പോയിട്ട് ഇഷ്ടംപോലെ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഡെയിലി വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോഴേക്കും ജ്യൂസ് അടിക്കും. ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടത്. നോമ്പ് തുറന്നിട്ട് തണുത്ത വെള്ളത്തിൽ കുടിക്കാൻ. അവിടെ പേരക്ക കുടിക്കുന്ന പോലെ തിരക്കാ, കാണിച്ചു തരാം. ഇപ്പം ഉണ്ടോ കുറേ എണ്ണം കുറഞ്ഞ് തോട്ടിയായിട്ട് നിൽക്കുന്നുണ്ടോ പേരക്ക മരം. ഞങ്ങൾ നിറച്ചും പേരക്ക. അതിൻ്റെ മുകളിൽ ഇപ്പോൾ റോഡുമൊക്കെ തന്നെ കൊമ്പ് തൂങ്ങി കിടക്കുന്നതുകൊണ്ട് അവിടെയുള്ള വലിയൊരു കൊമ്പ് കണ്ടില്ല, സൈഡിൽ വലിയ കൊമ്പ് വെട്ടിക്കളഞ്ഞാട്ടോ. ഇനിയിപ്പോൾ മഴ ആകുമ്പോൾ ഈ ഒരു കൊമ്പും കൂടി വെട്ടണം, എന്നാലും ഇപ്പോൾ താഴെ തന്നെ കൊമ്പ് വരുമല്ലോ. എന്നാൽ അതിൻ്റെ മണ്ടയിലൊക്കെ കായ് പഴുത്തെടുക്കുക. പഴുത്ത നോക്കി പറിക്കുക അബി. ആ പറിക്കി. കുറേ ആൾ കളിക്കുന്നു. അതാ വീണക്കാ, പഴുത്ത വീണതണ്ട കണ്ടോ, പഴുത്ത പേരക്ക. മല്ലനെ പോട്ടോ. അപ്പോൾ ഗായ്സ് ഇന്നൊക്കെ നമുക്ക് ഭയങ്കര പണിയാണ് കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ മഴ തുടങ്ങാനായി, ചെറുങ്ങനെ ഞാറലൊക്കെ തുടങ്ങിയെന്ന്. അപ്പോൾ ഞാറൽ തുടങ്ങിയാൽ നമുക്ക് ഇവിടെ കൊല്ലത്തിലും പണിയാണ്. അപ്പോൾ ആ ഒരു പണിയായിരുന്നു ഇന്ന്. അപ്പോൾ എന്താ സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മൾ ആദ്യത്തെ കോല കേട്ടോ. നമ്മൾ പൊളിക്കുന്നതിന് മുമ്പ് അതാ ഇങ്ങനെ, അതിനും ഇതേ ഇത്രയും ഹൈറ്റ് ഉള്ളതിന് കണ്ടില്ലേ, 2 കല്ലിൻ്റെ ഹൈറ്റ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അത് നമ്മൾ പൊളിച്ച് ഇതേപോലെ 3 വരി കല്ലൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിട്ടോ. കുറച്ച് ഹൈറ്റ് കൂട്ടി. അപ്പോൾ നമുക്ക് കയറി വരാനും അവിടെ നിൽക്കാനൊക്കെ ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് ഷീറ്റ് ഇടാനൊക്കെ സുഖമാണ്. 2 കമ്പി കൊടുത്തിട്ട് 4 ഷീറ്റ് വാങ്ങിയിടാനുള്ളതേ ഉള്ളൂ. കറക്റ്റ് 4 ഷീറ്റിൻ്റെ അതേ ഉള്ളൂ, 2 കമ്പിയും. അപ്പോൾ കാണുന്നുണ്ടോ, ഇതാണ് നമ്മൾ സ്റ്റെയർ ഇട്ടോ. നമ്മളിങ്ങോട്ട് സ്റ്റെയർ ഇട്ടത് വേറെ ഒന്നും ചെയ്തില്ല. അവിടെ വരെ സ്റ്റെയർ ഇട്ടിട്ടേ ഉള്ളൂ. പിന്നെ മേലേക്കൊന്നും നമ്മൾ എടുത്തിട്ടൊന്നുമില്ല. അവിടെ അങ്ങനെ അത്രയും എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു സ്റ്റെയർ വേണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തന്ന് ചെയ്തപ്പോൾ ഈ ഒരു ഇത്രയും ഭാഗം മാത്രമേ നമ്മൾ വാർത്തിട്ടുള്ളൂ. അപ്പോൾ അത് ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ സ്റ്റെയറും ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റെയറിൻ്റെ മേലോട്ടൊക്കെ നമ്മൾ സീറ്റ് ഇട്ടതായിരുന്നു. അപ്പോൾ മിനിയാന്ന് ചെറുങ്ങനെ ഒരു മഴ പെയ്തപ്പോൾ വെള്ളത്തേക്ക് ഇങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ ഉറ്റി വികൽ തുടങ്ങി. കാരണം കൊല്ലത്തിൽ ഇതിൻ്റെ മേലുള്ള പ്ലാസ്റ്റിക് ഞാൻ മാറ്റലില്ല, അതിൻ്റെ മണ്ടയിലേക്ക് വേറെ അങ്ങനെ വാങ്ങിയിടലായിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും ഞങ്ങളിത് പൊളിച്ചു. അപ്പോൾ പൊളിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഇത്ര ഹൈറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇതവിടെ 3 കാലൊക്കെ കൊടുത്തു കണ്ട, 3 കാല് സിമെൻറ്റും കട്ടൻ്റെ വെച്ച് ഉറപ്പിച്ച് കാണുന്നുണ്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാല് പുതിയതിപ്പോൾ കൊടുത്തതാട്ടോ. ഒത്തിരി ഹൈറ്റ് കൂട്ടി. മറ്റിവിടെ വന്നിങ്ങനെ ഇത്ര സുഖമായിട്ട് ഞാനിങ്ങനെ ഇതിൻ്റെ മുകളിൽ വന്ന് ഇങ്ങനെ തല ഉയർത്തി നിൽക്കില്ല. ഞാൻ ആദ്യം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കുനിയേണ്ടിയിരിക്കുക. എനിക്കൊരു കുനിയൽ കൊടുക്കേണ്ടി വരും, കാരണം തലമണ്ട ഇവിടെ കുത്തായിരുന്നേ. അപ്പോൾ ഇപ്പോൾ ഏതായാലും ഞങ്ങളിത് ഹൈറ്റ് ഇനി എല്ലാവർക്കും നിൽക്കാൻ പാകത്തിനാക്കി. എൻ്റെ അമ്മ എപ്പോഴും പറയും, എന്തെങ്കിലും ഒന്നൊരു തേങ്ങയോ ഒരു ഗോതമ്പോ അരി എന്തെങ്കിലും ഒന്ന് ചിക്കണമെങ്കിൽ വാർപ്പിൻ്റെ മുകളിലേക്ക് വരണമെങ്കിൽ ഭയങ്കര റിസ്ക്. അത് ഈ പ്ലാസ്റ്റിക് പൊന്തിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിൽ കൂടെ കസാര വെച്ച് ചൂണ്ട് കയറൽ ഭയങ്കര പാടാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ പറയും, എന്തെങ്കിലും തേങ്ങയൊക്കെ ഉണക്കുമ്പോൾ പിന്നെ നമുക്ക് ആകെപ്പാടുള്ള ഇച്ചിരി സ്ഥലത്താണല്ലോ നമുക്ക് ഉണക്കാൻ കഴിയുക. നിലത്തൊന്നും ഇടാൻ പറ്റില്ല. അവിടെ എന്തും നിലത്തിട്ടാൽ കോഴി തരൂല. അപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ തന്നെ നമ്മൾ വലിഞ്ഞ് കയറി ഉണക്കണം. അപ്പോൾ ഇത് ആദ്യം ഈ ഹൈറ്റ് തന്നെ ആയിന്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഞാൻ ഇവിടെ ഒരു കസാര വെച്ച് ഇവിടെ ചവിട്ടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഞൂണ്ട് പോവലായിരുന്നു. അപ്പോൾ ഏതായാലും ആ ഒരു സെറ്റപ്പിൽ നിന്ന് ഞങ്ങൾ 2 കാല് കൊടുത്ത് ഹൈറ്റ് കൂട്ടി. അപ്പോൾ നല്ല മഴയൊക്കെ വരുമ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇക്കൊല്ലം എന്തായാലും
4 ഷീറ്റ് എൻ്റെ മണ്ടയിൽ വാങ്ങിയിടണമെന്നുണ്ട്. കാരണം ഈ 6 കൊല്ലമായില്ലേ ഇത് പ്ലാസ്റ്റിക്കുമ്പോൾ തന്നെ നമ്മൾ എത്ര പൈസ മുടക്കുന്നുണ്ടെന്ന് അറിയാം. ഈ ഒരു ഷീറ്റ് വാങ്ങണമെങ്കിൽ തന്നെ ഇത് കഴിഞ്ഞ കൊല്ലത്തെ ഷീറ്റാണ്, 1700 റുപ്യൻ്റെ ഷീറ്റാണ് അത് കഴിഞ്ഞ കൊല്ലത്തെ. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം അതിൻ്റെ മുകളിലിട്ടാണ്. എന്തായാലും ചെറിയ ചെറിയ ഹോൾസൊക്കെ ഉണ്ട്. വെള്ളം എന്തായാലും താഴോട്ട് വരും. എന്നാലും ഇതൊന്ന് അയച്ച് ഫുള്ളൊന്ന് സെറ്റപ്പ് ആക്കണമെന്ന് വിചാരിച്ചു. ഞാൻ എന്തായാലും സെറ്റപ്പ് ആക്കി. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മണ്ടയിലേക്ക് ഷീറ്റ് വാങ്ങിയിടാം. പക്ഷെ നമ്മളെ ഇപ്പോഴത്തെ സാമ്പത്തികം അനുസരിച്ച് ഷീറ്റൊന്നും വാങ്ങിയിടാൻ കഴിയാത്തതുകൊണ്ട് ഇൻഷാ അല്ലാ മഴ വലിയ തുള്ളി പെയ്യുമ്പോൾക്ക് അതിൻ്റെ മുകളിലേക്കൊരു പ്ലാസ്റ്റിക് വാങ്ങിയിടണമെന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പണി പറയുന്നത് ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഏതായാലും സെറ്റപ്പാക്കി. ഇനിയിപ്പോൾ ഈ വാർപ്പിൻ്റെ മണ്ടയൊക്കെ ഉണ്ട് അടിച്ച് വാരാൻ കണ്ടോ ചണ്ടി ഒക്കെ. ഇനി മഴ ചെയ്ത് മറ്റ് ഈ ഹോൾസൊക്കെ വെള്ളം വരുന്ന ഹോൾസൊക്കെ അടഞ്ഞു. അപ്പോൾ അത് മാറ്റണം. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ അതിന് ഏതായാലും സെറ്റപ്പാക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ ഇവിടെ നിന്ന് വീഡിയോ എടുത്തോളാണ്ടി, ലൈവൊക്കെ ഇവിടെ നിന്ന് ഇട്ടോളാണ്ടി, റൂം പോലെ ഒക്കെ ആക്കി തന്നു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കുത്തിന്ന് ലൈവൊക്കെ ഇടാം, ആരും ഡിസ്റ്റർബ് ഒന്നുമില്ല. ഇവിടെ കസാരയൊക്കെ ഉണ്ട് കണ്ടില്ലേതാ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് ഞാനിങ്ങനെ ലൈവൊക്കെ ഇടാം. അപ്പോൾ ഈ എൻ്റെ ഇതെല്ലാം ഇങ്ങോട്ടാക്കിക്കോളാണ്ടി, ഇവിടെ സെറ്റപ്പ് ആക്കിക്കോളാണ്ടി അറിഞ്ഞോണ്ട് സംഭവം. ഇവിടെ അപ്പോൾ നമ്മൾ ഏർമാടത്തിലൊക്കെ കുത്തിരിക്കുന്ന മാതിരി ഇങ്ങനെ കയറിയിരിക്കാനൊരു സുഖം കേട്ടോ. കാരണം അവിടെ കട്ടയൊന്നും വെച്ചിട്ടില്ല, ചുവരൊന്നും കൊടുത്തിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ മുറ്റം കാണുന്നുണ്ടോ, ഇതാണ് സൺസൈഡൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഇനി നമ്മൾ കട്ട വെച്ച് പൊക്കണം, ഒക്കെ പണിയുണ്ട്. അപ്പം തൽക്കാലം നമുക്കിത് മതി, സെറ്റപ്പ് ആയിക്കുന്നല്ല, വൃത്തിയായി കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ മക്കൾ ഇങ്ങോട്ട് കയറാണ്ടൊക്കെ ഇനിയിപ്പോൾ ആടെ 4 വരി കല്ലെടുത്ത് വെക്കണം, അല്ലേ ഓരിൻ്റെ മണ്ടയിൽ കയറും. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. പിന്നെ നമ്മളെ കോഴികളൊക്കെ പുറത്തു കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. കുറേ ആൾക്കാർ കോഴീൻ്റെ അത് വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവരും കോഴിനെ കൊടുക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതായാലും കോഴിനെ കൊടുക്കാനില്ല. പിന്നെ അത്യാവശ്യം ഒരു 10-15 എണ്ണമൊക്കെ വേണ്ടിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യട്ടോ. അതായത് നമ്മളടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കൊടുവള്ളി, താമരശ്ശേരി, അങ്ങനെ നമ്മളെ അടുത്ത ഭാഗത്തൊക്കെ ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യട്ടോ. നമ്മൾ എത്തിച്ചു തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് മേടിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതായാലും ഇത്രയേ ഉള്ളൂ. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റാ ബൈ ബൈ.